Dear students, നമ്മുടെ ഇലക്ട്രോകെമിസ്ട്രിയിലെ പാർട്ട് 5ലേക്ക് സ്വാഗതം. പാർട്ട് 1ലും 2ലും 3ലും 4ലും ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പാർട്ട് 1ൽ നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് പഠിച്ചൊരു പോയിന്റ്. പാർട്ട് 2ൽ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നു. പാർട്ട് 3ൽ നമ്മൾ പഠിച്ചത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. പാർട്ട് 4 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നേൺസ്റ്റ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ. ഒരു സെല്ലിന്റെ EMF ഡിഫറെന്റ് ടെമ്പറേച്ചർ ഡിഫറെന്റ് കോൺസെൻട്രേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പാർട്ട് 4ൽ പറഞ്ഞത്. പാർട്ട് 5ൽ നമ്മൾ പഠിക്കാനുള്ളതാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് കുറെ ഫിസിക്സ് ആണ്. നിങ്ങൾ ഫിസിക്സ് പഠിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരുന്നു എന്നത് മാത്രമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലെ പോയിന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ്. ഒരു വയറിന്റെ അല്ലെങ്കിൽ ഏതൊരു സാധനത്തിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിനോട് പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. രണ്ടാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ 1/a എന്ന് പറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. R പ്രൊപ്പോർഷണൽ ടു L/A എന്ന് പറയും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. ആ കോൺസ്റ്റന്റ് ആണ് G. R is equal to G into L/A. നമുക്ക് G റോ എന്നുള്ളതാണ് കോൺസ്റ്റന്റ് റോ. ഇതാണ് അതിന്റെ സിമ്പിൾ റോ. R is equal to റോ into L/A. റോ എന്ന് പറയുന്ന ആ സിമ്പിളിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഫിസിക്സിലൊക്കെ പഠിച്ചേക്കുന്ന ടേമാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ റെസിസ്റ്റിവിറ്റി, നമുക്ക് റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ കൊടുത്താൽ ആ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. റോ ഈസ് ഈക്വൽ ടു R into A/A. അപ്പൊ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മളുടെ റെസിസ്റ്ററിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ റോയുടെ വാല്യൂ എത്രയായിരിക്കും? R into ഏരിയ 1 ആണ്, 1 സെന്റിമീറ്റർ സ്ക്വയർ, ലെങ്ത് 1 ആണ്, അപ്പൊ 1/1 എന്ന് പറയും. എന്നുവെച്ചാൽ 1. അപ്പൊ റോ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് വരും. അതുകൊണ്ട് നമ്മളുടെ ഈ റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. Resistivity is the resistance of a conductor of unit length and unit area of cross section. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വയർ ഉണ്ടെന്ന് കരുതുക. ആ വയറിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, 1 സെന്റിമീറ്റർ ഉള്ള ലെങ്ത്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി. അപ്പൊ ഒന്നുകൂടെ ഡെഫിനിഷൻ നോക്കുക. Resistivity is the resistance of a conductor of unit length and unit area of cross section. നമുക്ക് ഇതിന്റെ ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റും കൂടെ ഇത് നോക്കാം. ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് അതിന്റെ യൂണിറ്റ് ഇല്ല. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഓം. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. അത് താഴെ ആണ്. അപ്പൊ നോക്കി, ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം സെന്റിമീറ്റർ എന്നുള്ളതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ അത് കണ്ടക്ടൻസ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഈ കണ്ടക്ടൻസിന്റെ സിമ്പിൾ നമുക്ക് G എന്ന് കൊടുക്കാം. അപ്പൊ G എന്ന് പറയുന്നത് 1/R ആണ്. അതായത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടക്ടൻസിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം. കണ്ടക്ടൻസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? 1/R എന്ന് വെച്ചാൽ ആറിന്റെ യൂണിറ്റിന്റെ ഇൻവേഴ്സ് ഓം റേസ് ടു -1. അതിന് നമുക്ക് മോ എന്ന് പറയാം. MHO. ഓക്കെ, ഓം നേരെ തിരിച്ചെഴുതുക. ഓം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ എഴുതുന്നത്. അത് നേരെ തിരിച്ചെഴുതിയാൽ ഓം റേസ് ടു -1 എന്നാകുമ്പോഴേക്കും അത് നേരെ തിരിച്ചെഴുതുക MHO, മോ. ഇതാണ് ഒരു യൂണിറ്റ്. ഓം റേസ് ടു -1 മോ. അല്ലെങ്കിൽ നമുക്ക് സീമെൻസ് എന്ന് പറയാം. സീമെൻസ്
SIEMENS, സീമെൻസ്. അതിന്റെ സിമ്പിൾ എസ് ആണ്. അപ്പൊ ഇതിൽ മൂന്നിൽ ഏത് യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടക്ടൻസിന് യൂസ് ചെയ്യാം. 10⁻⁻1 മോ സീമെൻസ്. അപ്പൊ ഒന്നുകൂടെ കണ്ടക്ടൻസിന്റെ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന് നമുക്ക് ഇക്വേഷൻ അപ്പോൾ 1 ആയിട്ട് കൊടുക്കാം. ഇവിടെ R അല്ലേ കിടക്കുന്നത്, അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം. അതായത് G = 1/R എന്നല്ലേ, ഈക്വൽ ടു ഇവിടുന്ന് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കാം 1/ρ. ഇതിന്റെ ഇൻവേഴ്സ് ഇൻടു ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ A/L എന്ന് വരും. അപ്പം G = 1/ρ ഇൻടു A/L എന്ന് വരും. ഇനി ഈ 1/ρയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയും. 1/ρ അതിന്റെ സിമ്പിൾ കാപ്പ എന്ന് പറയും. കാപ്പ അത് എഴുതുന്ന ശ്രദ്ധിച്ചോളെ, ക്യാപിറ്റൽ കെ ആണ് എഴുതുന്നത്, പക്ഷെ സ്മോൾ കെയുടെ വലിപ്പത്തിൽ എഴുതുന്നത്. നമ്മൾ ക്യാപിറ്റൽ കെ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുന്നത്, സ്മോൾ കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഈ വലിപ്പത്തിൽ ക്യാപിറ്റൽ കെ എഴുതുന്നത്. അപ്പൊ അത് കാപ്പ എന്നുള്ള സിമ്പിൾ എന്ന് പറയും. കണ്ടക്ടിവിറ്റി, അതിന്റെ പേര് കാപ്പ എന്ന് പറയുന്ന സിമ്പിളിന്റെ പേര് കണ്ടക്ടിവിറ്റി എന്നാണ് നമ്മൾ 1/ρയെ വിളിക്കുന്നത്. അപ്പൊ ഈ 1/ρയ്ക്ക് പേര് നമ്മൾ കെ എന്ന് കൊടുക്കുക ഇൻറ്റു A/L. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതാം. കണ്ടക്ടിവിറ്റി K = ഇതിങ്ങോട്ട് പോന്നാൽ മതി G × L/A. അപ്പൊ നമുക്ക് വീണ്ടും ഈ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷനിലേക്ക് പോകാം. അതിൽ ഈ സെയിം ഐഡിയ നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ ഏരിയ 1 cm² ആണെന്ന് കരുതുക. അപ്പൊ ഈ രണ്ട് ടേമും 1 1 എന്ന് വരും. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ K = G എന്നുള്ള റിസൾട്ടിലേക്ക് വരും. അപ്പൊ കണ്ടക്ടിവിറ്റി അപ്പൊ എന്താണെന്ന് നോക്കി, കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ്. കാരണം G എന്ന് പറയുന്ന കണ്ടക്ടൻസ് ആണ്. സോ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ്. എപ്പോഴാണ്? when the length of the conductor is 1 centimeter and area is 1 centimeter square. Area 1 centimeter square ഉം ലെങ്ത് 1 centimeter ആയിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ കണ്ടക്ടൻസ് എത്രയാണോ അത് തന്നെയാണ് നമ്മളുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് വേണം. അതിന് ഇവിടെ നമുക്ക് കൊടുക്കാം. ജിയുടെ യൂണിറ്റ് എന്താണ്? 10⁻⁻1 അല്ല സീമെൻസ്. ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. ഏരിയയുടെ യൂണിറ്റ് cm². ഇത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് 10⁻⁻1 cm⁻⁻1. നമുക്ക് ഈ 10⁻⁻1 പകരം നമുക്ക് സീമെൻസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ തന്നെ പറയാം സീമെൻസ് cm⁻⁻1. ഇങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ ഈ പറയുന്ന കണ്ടക്ടിവിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന്റെ യൂണിറ്റ് 10⁻⁻1 cm⁻⁻1 അല്ലെങ്കിൽ സീമെൻസ് cm⁻⁻1. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യണം. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് എന്നോട് പറയാണ് ആ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഒരു കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ നമ്മളൊരു കണ്ടക്ടിവിറ്റി സെല്ലെന്ന് പറയുന്ന ഇതുപോലെ ഒരു സാധനത്തിൻ്റെ അകത്തായിരിക്കും എടുക്കുന്നത്. ഇതിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി സെല്ല്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് അതിന്റെ ഒരു ഡയഗ്രമാണ്. അടുത്ത ഡയഗ്രം ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നമ്മൾ ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക, അല്ലെങ്കിൽ കണ്ടക്ടൻസ് മെഷർ ചെയ്യേണ്ട സൊല്യൂഷൻ എടുക്കുക. സോഡിയം ക്ലോറൈഡ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് അതിന്റെ
കണ്ടക്ടൻസ് മെഷർ ചെയ്യണം. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു G is equal to 1 by റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടൻസ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട ഒരു സാധനമാണ് L/A എന്ന് പറയുന്ന സാധനം. ആ L/A വിളിക്കുന്ന പേരാണ് സെൽഫ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അപ്പൊ അതെന്താണെന്ന് നമ്മളിപ്പോൾ ഒന്ന് നോക്കുകയാണ്. ആ സെൽഫ് കോൺസ്റ്റന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടക്ടിവിറ്റി ഒരു സൊല്യൂഷന്റെ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളതിലേക്ക് വരും. ഓക്കെ, അപ്പൊ സെൽഫ് കോൺസ്റ്റന്റ്, ഈ സാധനത്തിന്റെ പേര് കണ്ടക്ടിവിറ്റി സെൽ എന്നാണ്. ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ L/A എന്ന് പറയുന്നതിനെയാണ് സെൽഫ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ L നമുക്കറിയാം ലെങ്ത് ആണ്, A എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പൊ ലെങ്ത് ബൈ ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിന് അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വളരെ എളുപ്പമാണ്. ഒന്നാമത് ഈ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ ഇവിടെ മേലുള്ളത് മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഇത്രയാണ് അതിന്റെ സെൽഫ് കോൺസ്റ്റന്റിന്റെ വാല്യൂ, 0.5 അല്ലെ 0.8. എത്രയാണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ വാല്യൂ അതിലോട്ട്, കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽഫ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അതിലോട്ട് കാണിച്ചു വെക്കും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മൾ കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ സെൽഫ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പുതിയ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നിറച്ചിടും. അപ്പൊ ഇതാണ് ആ സൊല്യൂഷൻ എന്ന് കരുതുക. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു കണ്ടക്ടിവിറ്റി സെല്ല് തരികയാണെങ്കിൽ ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ മേളിൽ അതിന്റെ സെൽഫ് കോൺസ്റ്റന്റ് വാല്യൂ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. പക്ഷെ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് കണ്ടക്ടിവിറ്റി അറിയാവുന്ന, അതായത് കെയുടെ വാല്യൂ അറിയാവുന്ന ഒരു സൊല്യൂഷൻ സെൽഫ് കോൺസ്റ്റന്റ് മെഷർ ചെയ്യേണ്ട ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നിറയ്ക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ അറിയാം. എന്നിട്ട് അതിന്റെ റെസിസ്റ്റൻസ് ഇത് കണ്ടോ, വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയും. അത് നമ്മൾ ഇത് കഴിയുമ്പോൾ പറയും ആ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ കണ്ടോ കണ്ടക്ടിവിറ്റി സെൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പൊ അതിലേക്ക് നമുക്ക് തിരികെ വരാം. അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ആ സൊല്യൂഷനെ മെഷർ ചെയ്യും. റെസിസ്റ്റൻസ് മെഷർ ചെയ്താൽ കണ്ടക്ടൻസ് കിട്ടി. അപ്പൊ കണ്ടക്ടൻസ് നമുക്ക് കിട്ടി. കണ്ടക്ടിവിറ്റി ഓൾറെഡി അറിയാം. അപ്പൊ L/A വാല്യൂ എത്രയാ? K/G. അപ്പൊ അത് വെച്ച് L/A കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂ ഇതിന്റെ മുകളിലോട്ട് പ്രിന്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ സെല്ലിന്റെ സെൽഫ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആയി. അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ എടുത്ത് കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നിറച്ച് വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ അകത്ത് അതിനെ കണക്ട് ചെയ്ത് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ആ സൊല്യൂഷന്റെ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടക്ടൻസ് കിട്ടി. കണ്ടക്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓൾറെഡി അറിയാവുന്ന സൊല്യൂഷൻ ആണ് എടുത്തത്. അപ്പൊ L/A = K/G എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ സെല്ലിന്റെ L/A വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അത് അതിന് വേണ്ടി പ്രിന്റ് ചെയ്യും. അതിന് ഒരിക്കലും അതിന് മാറ്റം ഉണ്ടാവില്ല. അതിനെ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത നമ്മുടെ വീസ്റ്റൺസ് ബ്രിഡ്ജിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഒരു സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് മെഷർ ചെയ്താൽ കണ്ടക്ടൻസ് കിട്ടി. കണ്ടക്ടൻസ് മെഷർ ചെയ്താൽ കണ്ടക്ടിവിറ്റി കിട്ടി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്സിലെ പ്രാക്ടിക്കലിന്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിനകത്ത് 4 റെസിസ്റ്റൻസസ് ഉണ്ട്. R1, R2, R3, R4. നിങ്ങൾ റെസിസ്റ്റൻസ് ബോക്സ് ഒക്കെ ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് ബോക്സ് ഇതൊരു ഡിറ്റക്ടർ എന്ന് പറയുന്ന സാധനമാണ്. ഈ ഡിറ്റക്ടർ ആണ്. നിങ്ങളുടെ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിവിടെ ഈ ഡിറ്റക്ടറിൽ ഒരു നീഡിലുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഈ R1, R2, R3, R4 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് ഇതിലുള്ള ഡിഫ്ലക്ഷനെ സീറോയിലാക്കും. ഇതാന്ന് വെച്ചാൽ ആ ഡിറ്റക്ടർ. അപ്പൊ ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇങ്ങോട്ട് 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. ഇങ്ങോട്ടും 1, 2, 3 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ചിലപ്പോൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റിയാൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്ന നീഡില്. ഈ റെസിസ്റ്റൻസ് നമ്മൾ അല്ലെ ഈ 4 റെസിസ്റ്റൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സീറോയിൽ നീഡിൽ വരത്തക്ക രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് R1, R2, R3, R4 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും.
ആ കണ്ടീഷനിൽ അങ്ങനെ സീറോയിലാണ് നീഡിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നവരാണ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് എന്ന് പറയും. അങ്ങനെ ബാലൻസ് ചെയ്ത കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെയൊരു റിലേഷൻ ആ വീസ്റ്റൺസ് ബ്രിഡ്ജിൽ കൊടുക്കാൻ പറ്റും. R1 by R2 ഈക്വൽ ടു R3 by R4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മളുടെ സൊല്യൂഷന്റെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിലെ ഒരു റെസിസ്റ്റൻസിനെ ഈ 4 R1 R2 R3 R4 എന്ന് പറയുന്ന ഈ 4 റെസിസ്റ്റൻസിൽ ഒരെണ്ണം മാറ്റിയിട്ട് R2 നമുക്ക് മാറ്റിയിരുന്നത് അതിന്റെ പകരം നമ്മുടെ കണ്ടക്ടിവിറ്റി സെൽ അങ്ങോട്ട് കണക്ട് ചെയ്യും. ഈ വയറിലോട്ട് ഇത് കണക്ട് ചെയ്യും, ഈ വയറിലോട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇപ്പം കണ്ടക്ടിവിറ്റി സെല്ലാണ്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടക്ടിവിറ്റി സെൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നിറച്ചു വെച്ചിട്ട് ആ കണ്ടക്ടിവിറ്റി സെൽ കൊണ്ടുവന്ന് ഒരു ഈ 4 റെസിസ്റ്റൻസിൽ ഏതിനെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. ഞാനിപ്പോ R2 റീപ്ലേസ് ചെയ്തുകൊണ്ട് R2ന് പകരം കണ്ടക്ടിവിറ്റി സെല്ല് വെച്ചേക്കുന്നതായിട്ട് കൊടുത്തേക്കുന്നു. എന്നിട്ട് ഈ R1 R3 R4 അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫ്ലക്ഷൻ സീറോയിലാക്കും. എന്നുവെച്ചാൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകും. ആ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു R1 by R2 R3 by R4. പക്ഷെ ഇപ്പൊ R2 എന്ന് പറയുന്നതിന് പകരം നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ മെഷർ ചെയ്യേണ്ട സൊല്യൂഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട സൊല്യൂഷൻ അല്ലേ R2 എന്ന് പറയുന്ന പൊസിഷൻ വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആ സൊല്യൂഷൻ എഴുതാം. ഈ R1ന്റെയും R3യുടെയും R4ന്റെയും വാല്യൂസ് നമ്മൾക്ക് അറിയാവുന്നതാണ്. നമ്മളാണ് ആ വാല്യൂ ആ റെസിസ്റ്റൻസ് ബോക്സിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം R1 R3 R4 ഇത് 3 അറിയാം. പിന്നെ അറിയാൻ പറ്റാത്ത ആ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു R1 into R4 by R3. ഈ 3 വാല്യൂസ് അറിയാവുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സൊല്യൂഷൻ ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ ആയാലും ആ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ കണ്ടക്ടൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടക്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുത്തേക്കുന്ന കണ്ടക്ടിവിറ്റി സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയാമല്ലോ. അപ്പം കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി മെഷർമെന്റിന്റെ ഇക്വേഷൻ. വീസ്റ്റൺസ് ബ്രിഡ്ജ് അത് ശരിക്കും വരുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യേണ്ട സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമുക്കൊരു 2 പോയിന്റ് കൂടെ 2 ഡെഫിനിഷനോട് പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് നിർത്തുകയാണ്. അതിതാണ് മോളാർ കണ്ടക്ടിവിറ്റിയും ഇക്വലന്റ് കണ്ടക്ടിവിറ്റി. അങ്ങനെ 2 കാര്യങ്ങൾ. മോളാർ കണ്ടക്ടിവിറ്റി, ഇക്വലന്റ് കണ്ടക്ടിവിറ്റി. അതിലെ ആദ്യത്തെ പോയിന്റ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി അതിന്റെ സിമ്പിൾ ലാംഡ എം എന്നാണ് അതിന്റെ സിമ്പിൾ. ലാംഡ എം കണ്ടക്ടിവിറ്റി ആണെങ്കിലും കെ അല്ല യൂസ് ചെയ്യുന്നത്, ലാംഡ എം എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഈ മോളാർ എന്ന് പറയുന്നത് നമ്മൾ 1 മോളാർ സൊല്യൂഷൻ എടുക്കുന്നു എന്നതിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദ conductance of a solution in which a 1 molar solution is placed such that the solution is placed between 2 electrodes of 1 centimeter apart and 1 centimeter square area. ശരിക്കും ഈ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ കുറെ കണ്ടീഷൻസ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടക്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, നമ്മുടെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കണം. അതായത് മോളാർ കണ്ടക്ടൻസ് മെഷർ ചെയ്യേണ്ട സൊല്യൂഷൻ 1 മോളാർ കോൺസെൻട്രേഷനിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഈ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്ത് നമ്മൾ നിറയ്ക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, ഈ ഒരു സെൽ കോൺസ്റ്റന്റ് എല്ല് വേയും ഉണ്ടല്ലോ, അതിൽ ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കണം. ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അത് പ്രത്യേകം. അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ഇതാണ് ലെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത്
ഈ രണ്ട് ഇലക്ട്രോഡ്സിന്റെ ഇടയ്ക്ക് ആ ഇലക്ട്രോഡ്സിന്റെ ആ ലീഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഇലക്ട്രോഡാണ്. ഈ ഇലക്ട്രോഡ് ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. ആ മെറ്റൽ പ്ലേറ്റിന്റെ ഏരിയയാണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഒന്നുകൂടി ഇനി ഡെഫിനിഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഈസ് ദ conductance of a solution. So molar conductance is the conductance of a solution. G. എപ്പോഴാണ് that solution is having 1 molar concentration. ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഏതായാലും അതിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒന്നല്ല രണ്ട് കാര്യം കൂടെ. ആ കണ്ടക്ടിവിറ്റി സെല്ലിന്റെ അകത്തുള്ള ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ലെങ്ത് 1 സെന്റിമീറ്റർ ആയിരിക്കണം. ആ ഇലക്ട്രോഡിന്റെ ഈ മെറ്റൽ പ്ലേറ്റിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഈ കണ്ടീഷനിൽ നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുമ്പോൾ ആ കണ്ടക്ടൻസിനെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇത് നോക്കാം. ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് 1 molar concentration which is placed in a conductivity cell of 1 centimeter apart and 1 centimeter square area. ഇതാണ് മോളാർ കണ്ടക്ടൻസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: ലാംഡ n is equal to 1000 k by m. k എന്ന് പറയുന്നത് നമുക്ക് അറിയാം കണ്ടക്ടിവിറ്റി, m എന്ന് പറയുന്നത് മൊളാരിറ്റി. ആ സൊല്യൂഷന്റെ മൊളാരിറ്റി എത്രയാണോ അതാണ് നമ്മളിവിടെ താഴെ കൊടുക്കേണ്ടത്. ഇനി നമ്മളുടെ ഒന്നുകൂടെ മോളാർ കണ്ടക്ടൻസ് പറഞ്ഞു നിർത്തുകയാണ്. ഇറ്റ് ഈസ് ദ conductance of a solution of 1 molar concentration which is placed in a conductivity cell of 1 centimeter apart and 1 centimeter square area. നമ്മുടെ അടുത്ത പോയിന്റ് ഇതാണ് ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ കണ്ടക്ടൻസിന് ലാംഡ, ഇക്വലന്റ് എന്നുള്ളതിന് ഇങ്ങനെയാണ്. ഇക്വലന്റ് എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു 4 ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഇക്വലന്റ് നമ്മൾ കാണിക്കുന്നു. ലാംഡ ഇക്വലന്റ്. ഇത് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 1 മോളാർ സൊല്യൂഷൻ എടുത്തു. അപ്പൊ ഇക്വലന്റ് കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1 നോർമൽ സൊല്യൂഷൻ എടുക്കണം. 1 നോർമൽ സൊല്യൂഷൻ. മോളാർ കണ്ടക്ടൻസിന് 1 മോളാർ സൊല്യൂഷൻ, ഇക്വലന്റ് കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1 നോർമൽ സൊല്യൂഷൻ. നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇക്വലന്റ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞിട്ട് നോർമാലിറ്റി എന്ന് പറഞ്ഞ സെയിമാണ് വരുന്നത്. നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 1 ഇക്വലന്റ് എന്നുള്ള ഒരു പേര് വേണം നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് ഡെഫിനിഷൻ കേൾക്കുമ്പോൾ നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഇങ്ങനെയാണ്: നമ്പർ ഓഫ് ഇക്വലൻസ് പ്രസന്റ് ഇൻ 1 liter of solution. Molarity എന്ന് പറയുന്ന number of moles present in 1 liter of solution. Equivalent conductance അല്ലെങ്കിൽ normality എന്ന് പറയുന്ന number of equivalents present in 1 liter solution. അതുകൊണ്ടാണ് ഇവിടെ equivalent conductance എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ പഴയത് തന്നെയാണ്, ചെറിയ ചേഞ്ചേ വരുന്നുള്ളൂ. ഇവിടെ തന്നെ നോക്കുക, സോഡിയം ക്ലോറൈഡിന്റെ ആണ് നമുക്ക് ഈ പറയുന്ന equivalent conductance മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: equivalent conductance is defined as the conductance of a solution which contains 1 gram equivalent of the dissolved electrolyte such that the solution is placed between 2 electrodes of 1 centimeter apart and 1 centimeter square area. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് 1 മോളാർ സൊല്യൂഷൻ എടുക്കണം, അത് ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ അകത്ത് നിറയ്ക്കണം, അത് തമ്മിലുള്ള ഇലക്ട്രോഡ് തമ്മിലുള്ള ലെങ്ത് 1 സെന്റിമീറ്റർ ആയിരിക്കണം, ഇതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതിനൊരു ചെറിയ മാറ്റം. ഇപ്രാവശ്യം നമ്മൾ എടുക്കേണ്ടത് 1 gram ഇക്വലന്റ് സൊല്യൂട്ട് 1 ലിറ്ററിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ എന്ന് വെച്ചാൽ 1 നോർമൽ സൊല്യൂഷൻ എടുക്കണം. ആ 1 നോർമൽ സൊല്യൂഷൻ എടുത്ത് ഇതിൻ്റെ അകത്ത് കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് വെക്കുക. കണ്ടക്ടിവിറ്റി സെല്ലിലെ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാണ്. അത് 1 സെന്റിമീറ്റർ ആയിരിക്കണം, അതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുകയാണ്: ഇക്വലന്റ് കണ്ടക്ടൻസ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് 1 gram equivalent of the dissolved electrolyte such that
The solution is placed between two electrodes of 1 centimeter apart at 1 centimeter square area. നമുക്ക് അതിന്റെ ഇക്വേഷനോട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് തീരുകയാണ്. ലാംഡ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു ചെറിയ വ്യത്യാസമേ ഉള്ളൂ 1000 K/n. നേരത്തെ മൊളാരിറ്റി ആയിരുന്നു, കാരണം 1 മോളാർ സൊല്യൂഷൻ ആണ്. ഇപ്രാവശ്യം അത് നോർമാലിറ്റി ആയിട്ട് മാറി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, കാരണം നമ്മൾ എടുത്തേക്കുന്നത് 1 നോർമൽ സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ് പാർട്ട് 5 തീരുകയാണ്.